अच्छा 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 ओ ठीक है भैया परंतु ഞാൻ भैया मैम नहीं नहीं भैया മോനെ അനിയ എന്നാ ഒന്നുമില്ലെന്നാ അല്ല ഞാൻ കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നേ എന്നാണൊരു ടെൻഷൻ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി എടുത്ത് പറയണം ഒന്നുമില്ല ചേച്ചി അത് പറയാ നീ എന്നെ അനിയനല്ലേ ഒന്നുമില്ല ഒന്നുമില്ലാതൊന്നും പറയണ്ട എന്തോ ഉണ്ട് മെർലിനായിട്ട് ഉടക്കിയാ എടാ നീ ഒരു കാര്യം പറയട്ടെ നീ ആ മെർലിനെ അങ്ങ് ഉപേക്ഷിക്ക് എന്നിട്ട് ഇന്നാള് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് നിന്റെ കോളേജിൽ ഒരു കൊച്ചു വന്നില്ലേ എന്താ അടിപൊളി കൊച്ചാടാ നീ ഇതിനെ സെറ്റ് ചെയ്യും എന്നിട്ട് അതിന്റെ ജീവിതം എന്നെ പൊന്നെ ചേച്ചി പാട് വെച്ചിട്ട് പോകുന്നുണ്ടോ അത് വീട് നീ കാര്യം പറ എടുക്ക് ഫോണെടുക്ക് വേണ്ട എന്താ അത് വേണ്ട ഇപ്പൊ എടുക്കണ്ട അന്ന് ഞാൻ എടുക്കാം എന്താ എടുക്കടാ സംസാരിക്കടാ ഫ്രണ്ടാ കോളേജിൽ ആ എന്നാ പിന്നെ എടുത്ത് സംസാരിച്ചൂടെ ശരിയാവില്ല അന്ന് ഞാൻ നീ കാര്യം പറ കാര്യം പറ കാര്യമൊന്നുമില്ല എന്നാ നിന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ എന്തോന്നു പൈസയുടെ നല്ല ആവശ്യമുണ്ടല്ലേ പൊന്നുമോന് എന്റെ മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് പൈസ സഹായിക്കണം പ്ലീസ് എനിക്കറിയാം ചേച്ചി തരുമെന്ന് ചേച്ചി ചേച്ചി ഓ എനിക്ക് നിന്റെ ഉള്ളു വായിക്കാൻ പറ്റി പക്ഷെ നിനക്ക് എൻ്റെ ഉള്ളു വായിക്കാൻ പറ്റില്ലല്ലോടാ 5ന്റെ പൈസ കണ്ടേ ഇത്ര നേരം നീ ടെൻഷൻ അടിച്ചെടുക്കുമല്ലായിരുന്നോ അതുകൊണ്ട് തന്നെ നടന്നാൽ മതി ഇത് കുറച്ച് സമയത്തോടോ രാവിലെ മുതലേ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്തിനായിരിക്കും എന്തായാലും നീ ആ കാര്യം ഒന്ന് സാധിച്ചു കൊടുക്കും അത് അമ്മൂമ്മ ഇന്നെന്തായാലും അവന്റെ ആവശ്യം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത് അമ്മൂമ്മനെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്നെ കൊണ്ടോ എന്താ അവന്റെ പ്രശ്നമേ പൈസ ഓ പൈസയുടെ ആവശ്യമാണോ ആ എന്നാ പിന്നെ അവൻ ടെൻഷൻ അടിച്ചോട്ടെ കേട്ടോ അതിന് ന്യായം പറഞ്ഞോളൂ തൊലി കറുത്തിരിക്കുന്നത് ഞാൻ തേടൊന്നുമല്ല കേട്ടോ പാറുവേ നന്നായിട്ട് വെള്ളം കുടിക്കണം ഭയങ്കര ചൂടാണേ ഞാൻ കുടിക്കുന്നുണ്ടല്ലോ അമ്മമ്മ ശരിക്കും ഈ സമയത്തല്ല വേനലാവ് തന്നു പിന്നെ എപ്പോ തണുപ്പ് വേണോ മഴക്കാലത്തും തണുപ്പാലത്തും ഈ ചൂടത്ത് പിള്ളേർ എങ്ങനെ ഇറങ്ങി കളിക്കാനാ നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കാം എന്താ അത് കൊടുക്കണ്ടല്ലോ ഹലോ അയ്യോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല റോങ് നമ്പർ യാരമ്മ എനിക്കറിയത്തില്ല എനിക്കറിയാൻ മേത്ത ഭാഷയിൽ അവൻ്റെ വളവളാന്ന് സംസാരിക്കുന്നു മറുപടി അടിക്കത് ഹലോ
கிடைக்காதனால உங்களை கூப்பிடுறா இருக்கும். ഒരു നിമിഷം നീ സംസാരിക്കും. ഹലോ അപ്പാ, അപ്പാ കനകു അപ്പാ, അപ്പാ. அம்மா இது அப்பா இல்லைம்மா. ഇതിനെ കട്ടി அம்மா யாரா இருக்கும்மா? എനിക്കറിയൂടാ. அம்மா அவங்க ஹிந்தி தானா பேசுனாங்க. ആ തോന്നുന്നു. ചിലപ്പോ അമിതാഭ് ബച്ചനെ. அமிதாப் பச்சனா? ஐயோ அம்மா தெரியாதனமா நான் கட் பண்ணிட்டேனே. இந்த പൊന്നാണ്ടി ഞാൻ കളിയാക്കി വേണ്ടിയേ. വിശക്കണ്, ഭക്ഷണം കഴിക്കുക അത് താ. ഒന്നും ആയില്ല ആവില്ല. ഒന്നും ആയില്ലേ? ഇല്ല. മാങ്ങ കൊടുക്കട്ടെ. ആ എന്താ വിളിച്ച നമ്പർ എടുക്ക്. ഹിന്ദിയൊക്കെ ഏതാണ്ടൊക്കെ ഞാൻ സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് സംസാരിക്കും ഹിന്ദി. തോന്നുന്നു. हेलो हेलो कौन? അറിയാൻ പാടില്ല, ഹിന്ദി സംസാരിക്കുന്നത്. ഇത് രണ്ടു പ്രാവശ്യം വിളിച്ചില്ലേ? അമ്മമ്മയ്ക്ക് ഹിന്ദി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എനിക്ക് എവിടുന്നാ മക്കളെ ഹിന്ദി ഫ്രണ്ട്സ്? हेलो 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 बताइए. അറിയാത്ത നമ്പറാണ്. ഹലോ ഹലോ, നീ ഹിന്ദി അല്ലെങ്കിൽ വേറെ ഏതോ ഭാഷയാണ് സംസാരിക്കുന്നത്. ഞാൻ എന്താ? ഹലോ ഹലോ ആ കേശവ് पैसा कौन से पैसा? हेलो പക്ഷെ ഇത് ഹിന്ദി ഒന്നുമില്ല, ഇത് വേറെ ഗുജറാത്തി മറാഠി എന്താണ് സംസാരിക്കുന്നത്. കേശവ് എന്ന് പറയുമ്പോ കേശവനാ? നിനക്ക് വേറെ വല്ല കേശവനെ അറിയോ? ഇല്ല. മനസ്സിലാവുന്നു എനിക്ക്. ഒരു കാര്യം ചെയ്യട്ടെ, നിനക്ക് ഹിന്ദി സംസാരിക്കുന്ന ഓരോ കൂട്ടുകാരുണ്ടോ? ഹിന്ദിയോ? എന്താണ് ഞെട്ടണം? അല്ല, ഹിന്ദി സംസാരിക്കുന്ന കൂട്ടുകാർ നിന്റെ കോളേജിൽ വല്ല ഹിന്ദിക്കാരെ ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ടോന്ന്? അതാ വല്ല ഹിന്ദിക്കാരെ പൊമ്പളരെ വളർച്ചെടുത്താ? ഒന്ന് വായിച്ചു കൊടുത്തു. கேசு அம்மாவோட ஃபோனில் ஒரு கால் வந்தது. அவன் வந்து ஹிந்தி தான் பேசினான். ஆனால் அம்மாவுக்கு வந்து ஹிந்தி தெரியாதுல்ல, அதனால அம்மா சொன்னது ஒன்றுமே அவனுக்கு புரியலை. அதனால நான் அந்த ஃபோன் வாங்கி அவன்கிட்ட தமிழில் பேசினேன். ஆனால் நான் சொன்ன தமிழ் அவனுக்கும் புரியலை, அவன் சொன்னது எனக்கும் புரியலை. ஒன்று மட்டும்தாண்டா எனக்கு புரிஞ்சது, அது என்னோட அப்பா இல்லைன்னு. அதுக்கப்புறம் லெச்சுக்கு ஒரு கால் வந்தது. லெச்சுக்கு ஹிந்தி தெரியும்ல, ஆனால் அந்த ஆள் லெச்சுகிட்ட பேசினது ஹிந்தி இல்லைப்பா, வேற ஏதோ பாஷை, குஜராத்தியா மராத்தியா அந்த மாதிரி. அவன் சொன்னது லெச்சுக்கும் புரியலை, லெச்சு சொன்னது அவனுக்கும் புரியலை. ஒன்று மட்டும் தாண்டா புரிஞ்சுது, கேசவ் ஐசா. അത് വല്ല റോങ് നമ്പറും ആയിരിക്കും. ഇനി അതൊന്നും എടുക്കല്ലേ. ആരുടെ ഫോണിൽ വിളിച്ചാ? എല്ലാവരുടെയും ഫോണിൽ വിളിച്ചാ? അതൊക്കെ റോങ് നമ്പറാ. ഇനി ഒന്നും എടുക്കണ്ട, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ പോയിട്ട് വരാം. ആവശ്യമുള്ള സമയത്ത് ആ അതെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാം. ഇല്ലേ?
വേണമെങ്കിൽ തിരിച്ചാണ് 2 ദിവസം തരാം. ആ ഞാൻ അമ്മരെ വിളിച്ചു പോയി. വിഷു കഴിഞ്ഞോണ്ട് എത്തുന്നെങ്കിൽ കാശില്ലെന്ന്. നീ ഒന്ന് പറയാൻ വരുമായിരുന്നു. ആ ശരി, ഞാൻ എന്തായാലും നോക്കിക്കോളാം. ആ അതെ. വിജയകാന്ത വിജയ് ഇവമ്മ പറഞ്ഞോണ്ടേ എനിക്ക് നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നിന്നേക്ക് ഏരിയ കണ്ടാൽ ഞാൻ ചേരി കയറ്റുള്ളൂ. ഞാൻ അതിനൊന്നല്ല. ശിവ വന്നു കേട്ടോ. കുറച്ച് പൈസയാ. ആ എനിക്ക് പൈസ ആവശ്യമുണ്ടെന്ന് അവനോട് താഴെ പറഞ്ഞേ. ആ എനിക്കറിയില്ല. അറിഞ്ഞൂടെ? എടാ അവനൊരു കോള് വന്നു. കോള് വന്നിട്ട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു. എൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം എടുത്തുകൊണ്ട് പറഞ്ഞു നിൻ്റെ കൊണ്ട് തരാൻ പറഞ്ഞു. അവൻ തന്നാൽ വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് എൻ്റെ തന്നോട്ടെ. അവന് ആര് കോൾ ചെയ്തേ? ആ എനിക്കറിഞ്ഞൂടാ. പറഞ്ഞൂടെ? എനിക്ക് പൈസ ഉണ്ട്, നീ അവനെ തന്നെ തിരിച്ചുകൊണ്ടേ കൊടുത്തേക്ക്. എന്തായാലും നിൻ്റെ കൊണ്ട് തരണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാനിവിടെ മേടിക്കുന്നില്ല. കാശുണ്ട് അവൻ്റെ വിടറാ. അതായി കാശ് വാങ്ങിക്കടാ. ഇതുകൊണ്ട് തിരിച്ചു തന്നാൽ അവനെ ചീത്ത വിളിക്കും. എനിക്ക് കാശ് വേണ്ടടാ. നിനക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞാ. എനിക്ക് അവൻ തരുന്ന കാശ് വേണ്ട വേണ്ട വേണ്ട. ഒന്നുമില്ല. നീ എന്തോടാ? ഒന്നുമില്ല. നിന്റെ അടുത്തല്ല അവന്റെ അടുത്താ. നീ എന്തോടാ? ഞാൻ ഈ കവർ കൊടുക്കാൻ വന്നു. കാരണം എന്താ? അവിടെ തേങ്ങ കാശുണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ എടുത്തിട്ട് പോയി അവൻ്റെ കൂടെ കാശാ? ആ അവനെന്തിനാ നിനക്ക് പൈസ തരണം? അത് ശിവു അവൻ്റെ കാശ് കൊടുത്തോട്ടെ. ശിവ എന്തിനാ നിനക്ക് തരണം? എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി. എനിക്ക് കാശ് ആവശ്യമുള്ളതാണ് അറിഞ്ഞു. അതുകൊണ്ട് എടാ ശരിക്കും നിനക്ക് ഇതിന് മാത്രം പൈസയുടെ ആവശ്യം എന്താണ്? എനിക്ക് എന്താ ആവശ്യമാണ്? ഞാൻ എല്ലാം പറയണമെന്നുണ്ടോ? എന്താ എവിടെ എടുത്തേ എവിടെ എടുത്തേ ഒരു മനുഷ്യൻ അന്ന് വിട്ടായിരുന്നു കാശ്. എന്നാലും വീട്ടിലുള്ളവർ അറിയുള്ളൂ. ഇതിന്റെ ആവശ്യമുണ്ടോ അത് മാത്രം ചേച്ചി ചേച്ചി വെള്ളം പിടിച്ചിട്ടുണ്ട്. അത് എന്ത് വല്ല പിടിച്ചത് വാ തോന്നി പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. വാ. இந்த வெயிலுக்கு ரொம்ப நல்லா இருக்குடா. குடிடா. വേണ്ട കനാന്തി. என்னடா அது? குடிடா. എന്താ എന്താ അമ്മ കേസിട്ട് ജ്യൂസ് വേണ്ടാമോ? വേണമെങ്കിൽ വേണ്ടത് വാങ്ങുള്ളൂ. അതാ പോലെ എന്തിനാണ് വീട് വെച്ചു പോട്ടു. എന്ത് വിടുന്നു? ആദ്യം ജ്യൂസ് തലത്തിൽ ഒഴിച്ചോണ്ടിരിക്കുന്നത് ചോദിക്കാൻ ഒഴിച്ചാടാ ഇല്ലല്ല. എടാ എന്താണ് അതിന്റെ പ്രശ്നം? അതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാ തുറന്ന് പറയണം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഞങ്ങൾക്കില്ല. എന്റെ പൊന്നു ചേച്ചി എന്നെ മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ പറഞ്ഞ ഞാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ പറയാമെന്നാ? ഇല്ലല്ല. കേസു ഏതാവത് പ്രശ്നம்னா சொல்லுடா. എനിക്കൊരു പ്രശ്നം ഇല്ല. നിങ്ങളൊരു സമാധാനം വേണം. അത് എനിക്ക് തരാൻ പറ്റുമോ? പിന്നെ നിന്റെ സമാധാനം ഞങ്ങൾ പോക്കറ്റിൽ കൊണ്ട് നടക്കുവാണല്ലോ. അതെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി തരാൻ ഞാൻ വല്ലതും തരണോ? വേണ്ട വേണ്ട, ആവശ്യമില്ല. ഞാൻ വെക്കോളാം. കുറച്ച് കഴിഞ്ഞല്ലോ ഞാൻ പോയേക്കും. പൈസ ഇട്ടാൽ തിരിച്ചു കൊടുക്കണോ? അവർക്ക് എന്തിനാ പൈസ? എവിടെയെങ്കിലും പോകാനുണ്ടായിരിക്കും. വല്ല കൂട്ടുകാരുടെ അടുത്തോ വല്ല സിനിമയ്ക്കോ അല്ലെങ്കിൽ വല്ല ട്രിപ്പോ ഇങ്ങനെയൊക്കെ കിടന്ന് ഷോ കാണിച്ച് നമ്മൾ പൈസ കൊടുക്കുമല്ലോ. ഷോ കാണിച്ചിട്ട് പൈസ മേടിക്കാനാണെങ്കിലേ അവിടെ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അവിടെ ഇരിക്കട്ടെ. ആദ്യത്തെ
എന്താണ് കുഴപ്പം? വെറുതെ എന്തിനാണ് അവൻ്റെ പുറകെ ഓരോ കുഞ്ഞു കിടക്കുന്നത്? എന്നിട്ട് കുടിച്ചാളെ ഇല്ലല്ലോ. ആ അവിടെ കിടക്കിലേക്ക് കൊണ്ടൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ആ പറഞ്ഞു കൊടുക്കും. തന്നെത്താനെ ഒന്ന് കുടിച്ചേ. யாருக்குமே நான் ஜூஸ் கொடுக்க மாட்டேன். அதான் இல்லம்மா, அங்க எல்லாம் தேடினோம். அவன் அங்க எங்கேயும் இல்லை. വീട്ടുകാരാതി അവൻ വിഷമമാകും. വിശക്കുമ്പോ ചേട്ടൻ കടയ്ക്ക് കഴിക്കത്തില്ലേ? അത് എനിക്കിത്ര വിഷമമുണ്ടോ? എൻ്റെ ലച്ചു, അവൻ എന്തുവാ പറയുന്നത് വെച്ചാൽ നീ അവന് സാധിച്ചു കൊടുക്കേ. എൻ്റെ അമ്മമ്മ ഒന്ന് സാധിച്ചു കൊടുക്കാൻ ആ വാ തുറന്ന് നിനക്ക് പറയണ്ടേ? പിന്നെ കാശിന്റെ കാര്യമാണ്. ചോദിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കാശൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അറിയാതെ പൈസ കൊടുക്കുന്നത്. പോളിറ്റിക്സാ 3 പേരൊക്കെ ഒരുമിച്ചെടുക്കണം. എന്തായാലും പരിചയമില്ലാത്ത നമ്പർ ചേച്ചി എടുത്തു. വേണ്ട, എടുക്കണ്ട. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. നീ തന്നെയല്ല, ഇപ്പൊ തട്ടിപ്പുകാരൊക്കെ ഇല്ലയോ, അങ്ങനെ വല്ല കോളം അതൊന്നും അറിയാൻ പറ്റത്തില്ല. അത് എടുക്കണ്ട. എന്നാലും എനിക്കും മനസ്സിലാകാത്തതല്ല. ആ നേരത്തെ വിളിച്ച ഗുജറാത്തുകാരനില്ലേ, അയാൾ എന്തിനാണ് കേസിൽ അന്വേഷിക്കുന്നത്? ഇനിയിപ്പോൾ അവൻ ഇവിടെ വല്ല പണിക്കും വന്ന അതിഥി തൊഴിലാളികളൊക്കെ പൈസ ആരംഭിച്ചു വന്നു. അങ്ങനെ വല്ല വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അവരെ കാര്യം തന്നെ ഓടിക്കും. അവർ തന്നെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ശരിയാ. ആൻറ്റി അവരെ ഇവിടെ ഒന്ന് തപ്പിട്ട് കണ്ടെന്ന് ഉറപ്പാണോ? എല്ലാം ഞാൻ തേടി பார்த்தேன். എന്താ ഒന്നുമില്ല, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാവേ. എന്ത് പറഞ്ഞിട്ട് പോവാം. ഒന്നുമില്ല, ഇപ്പൊ വരാം. ഇത് നോക്കാം. നിങ്ങളെങ്ങോട്ടാ? യേശുവിനെ അന്വേഷിച്ചു. എന്നാ നിങ്ങൾ പോയി തപ്പി. അപ്പൊ നീ പിന്നോട് പോവാം. എന്റെ പൊന്നമ്മ എന്റെ പുറകെ നടക്കാൻ നിങ്ങൾ അവിടെ എങ്ങാനും പോയി തപ്പു. ഞാൻ അവിടെ തപ്പാ ചെല്ലേ. എല്ലാ കിളിപോയാണല്ലോ. அம்மா, நீங்க அங்க பாருங்க, நான் இங்க போய் பார்க்கறேன். ശിബു ശിബു നിന്നെ വിളിച്ച? ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, പക്ഷെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവൻ പറയണമില്ല. നിന്റെ അടുത്ത് അവരെന്താ പറഞ്ഞേ? അത് ശരി, അപ്പൊ അതാണല്ലേ കാര്യം. മനസ്സിലായി. എൻ്റെ പൊന്നു ശിവനി, എന്നെ കൂടെ ടെൻഷൻ ആക്കില്ല. ഇതെങ്ങനെയും ഡീൽ ചെയ്യാം. ഞാൻ ആദ്യം ആ ചെറുക്കിനൊന്ന് കണ്ടുപിടിക്കട്ടെ. ഞാൻ വിളിക്കാം. ശരി. ചെറുക്കിനൊരു കൊണ്ടൊക്കെ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് നോങ്ങിയത് മതി, ബാക്കി വീട്ടിൽ ഇരുന്ന് നോങ്ങാം. നിന്നെ അന്വേഷിച്ച് വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്.
ആര്? ഏതോ കുറച്ച് ഹിന്ദിക്കാർ. നീ എന്ത് ഞെക്കണം? ഒന്നുമില്ല. നീ ഓൺലൈനിലേ ലോൺ ആപ്ലിക്കേഷനിൽ വല്ല പൈസ ലോൺ എടുത്തായിരുന്നോ? എടുത്തായില്ലയോ? എടുത്തു. എന്നിട്ട് എന്റെ പൊന്നേച്ചി, എനിക്ക് അബദ്ധം പറ്റി പോയാണ്. ഞാൻ 10,000 രൂപ അതിനകത്ത് ലോണായിട്ട് എടുത്തുള്ളൂ. അത് ഞാൻ തിരിച്ച് അവന്മാർ പറഞ്ഞ കണക്കിന് പലിശ അനുസരിച്ച് എത്രയാന്ന് വെച്ച് അടച്ചു കൊടുത്തു. എന്നിട്ട് ഇപ്പൊ പിന്നെ അവന്മാർ പറയാ പിന്നെ വേണമെന്ന് കാശ്. കഴുകേ, നീ അല്ലാതെ ആരെങ്കിലും ഇതേപോലത്തെ ഉടായ്പ ആപ്പിൽ നിന്നൊക്കെ പൈസ ലോൺ എടുക്കുമോ? അവരുണ്ടല്ല നിന്റെ കോണ്ടാക്ട് ലിസ്റ്റുള്ള എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഷിബുവിനെ വിളിച്ചത്. എന്നിട്ടാണ് ഷിബു പൈസ അടയ്ക്കാൻ വേണ്ടി നിന്നെ ആ മറ്റേ ചെറുക്കനെല്ലാം കൊടുത്തു വിട്ടത്. നമുക്കൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. ഞാനും രാവിലെ തൊട്ട് നിന്റെ പുറകെ നടക്കുന്നതല്ലേ, എന്താന്ന് ചോദിച്ചുകൊണ്ട് നിനക്ക് എന്തെടുത്ത് പറയാറുന്നല്ലോ വാക്ക്. അതിന് പോട്ടെ, ചുറ്റൂരിന്റെ അടുത്ത് പറയാറുന്നില്ല. എന്നിട്ട് അവൻ ഇവിടെ വന്നിട്ട് മോങ്ങണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നീ പൈസ മൊത്തം അടച്ചെന്ന് പറഞ്ഞത് ശരിയാണോ? അവന്മാർ പറഞ്ഞ പൈസ മൊത്തം ഞാൻ അടച്ചു. അങ്ങനെയാണെങ്കിലേ ബാക്കി കാര്യം പോലീസുകാർ നോക്കിക്കോളും. എന്ത് റോഡ് കേസ് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. നടക്ക് അമ്മൂമ്മയും കരയാണ്ടി പാടൊക്കെ നോക്കിയിരിക്കും. നടക്ക്. കൊച്ചി എടുക്കുന്നത് എവിടെ പോയപ്പോ ഒരുപാട് കഴിച്ചിട്ട് പോലും ഇല്ല. அம்மா வருத்தப்படாதீங்கம்மா, வருவான், பெருசாயிட்டான்ல. വരുമെന്ന് പറയാൻ അങ്ങോട്ട് കുറെ നേരം ആയല്ലോ. வருவாம்மா. കണ്ണിൽ വല്ല കണ്ണീരൊക്കെ കണ്ണൊക്കെ തുടങ്ങി. ശരി, എവിടുന്ന് കിട്ടിയ പാറമടയുടെ സൈഡിൽ നിന്ന് കിട്ടി. എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല അമ്മൂമ്മ, ആ മെറിയനായിട്ടേ ചെറിയൊരു ജഗട. ഓ, അതായിരുന്നു കാര്യം. അതിനാണോ മനുഷ്യനെ ഇത്രമാത്രം ടെൻഷൻ അടിപ്പിച്ചത്? லட்சு, அப்படின்னா நம்மளை கூப்பிட்ட ஹிந்திக்காரங்க? ആ ഹിന്ദിക്കാരി, അത് മെറിയന്റെ മാമന്മാർ. மாமம்மாரா? அவங்க ஹிந்தி பேசுறாங்களா? அந்த മാമന്മാർക്ക് ഹിന്ദി പേസിക്കൂടെ? അവര് നോർത്ത് ഇന്ത്യയിലാണ്. അതായിരുന്നു കാര്യമല്ലോ. അപ്പൊ ചേട്ടാ പ്രാങ്ക് ആയിരുന്നാ? പ്രാങ്ക് ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ஆமா, உசுரே போச்சு. വരുന്ന അങ്ങോട്ട്. അങ്ങനെ അവിടെ നിൽക്കും. അതെ, നിന്നെ പോലത്തെ കുറേ പിള്ളേര് ഇതേപോലത്തെ ഫ്രോഡ് ആപ്പിലൊക്കെ ചെന്ന് കുടുങ്ങുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരോട് പറയണം, അല്ലെങ്കിൽ കൂടെ ഉള്ളവരോട് പറയണം. എന്നാലും എൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനും പരിഹരിക്കാനൊക്കെ പറ്റത്തുള്ളൂ. എന്നാൽ നിന്നെയൊക്കെ വഴക്ക് പറയുന്നത് നമുക്ക് ദേഷ്യമായിട്ടല്ല, സ്നേഹം കൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ മനസ്സിലാക്കാം. സോറി. സോറി തേങ്ങ നടക്കാൻ കൊണ്ട്